സൺഗ്ലാസസ് കെയർ ചെയ്യുന്നതിൻ്റെ ചില ടിപ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത്. നമ്മൾ പൊതുവേ സൺഗ്ലാസസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ചില മിസ്റ്റേക്സ് ആണ്. ആ ചില മിസ്റ്റേക്സ് ക്ലിയർ ചെയ്താൽ തന്നെ നമ്മുടെ സൺഗ്ലാസസിൻ്റെ ലൈഫ് തന്നെ കൂട്ടാൻ പറ്റും. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ സൺഗ്ലാസസ് വെച്ചിട്ട് പൊതുവേ നമ്മളിതിനെ ഇങ്ങനെ തന്നെ എടുത്ത് ഇങ്ങനെ വെക്കാറുണ്ട് ഇല്ലേ? സൺഗ്ലാസസ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും കൂടുതൽ പേരും സൺഗ്ലാസസ് ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടീസ് ഇതാണ്. ഇങ്ങനെ വെക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിയുന്നു, തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇതിന് താത്തി ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിനെങ്ങനെ മേളിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഈ ഹെയറിൻ്റെ സ്ട്രാൻഡ്സ് ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ സൺഗ്ലാസസിൻ്റെ ഈ കോട്ടിംഗ് എല്ലാം ഡാമേജ് ആവും, എല്ലാം സ്ക്രാച്ചായി ഇത് പീലായി പോകും. സൺഗ്ലാസസിൻ്റെ കൊടുത്തിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കവറിങ് എല്ലാം ഊരിപ്പോരും. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ദെൻ നമ്മൾ ആ ഒരെണ്ണം മാത്രമല്ല അതിൽ പറ്റുന്നത്, നമ്മളിതിങ്ങനെ ഇവിടോട്ട് കയറ്റി ഇങ്ങനെ വയ്ക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ലെഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാവും. ഇങ്ങനെ ഇരിക്കുന്ന ഈ ലെഗ് വൈഡായി ഇങ്ങനെ തുറന്നു വരും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ലെഗിൻ്റെ അലൈൻമെൻറ്റും കംപ്ലൈൻ്റ് ആവും. ചില സൺഗ്ലാസസിൽ നമുക്കതിലിങ്ങനെ സ്ക്രൂ കൊടുത്തിട്ടുണ്ടാവും, ശരിയാക്കാൻ പറ്റും. ചില സൺഗ്ലാസസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഡാമേജ് ആയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അത് നമ്മൾ ഉപയോഗിക്കുന്നതിലുള്ള ഒരു മിസ്റ്റേക്കാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. ദെൻ നമുക്ക് പറയാനുള്ളത്, നമ്മൾ സൺഗ്ലാസസ് ഉപയോഗിക്കുമ്പോൾ കാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സൺഗ്ലാസസിനെ ചില സമയം നമ്മൾ ഡാഷ്ബോർഡിലോട്ട് എടുത്ത് വയ്ക്കും. ഡാഷ്ബോർഡിലോട്ട് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലവണ്ണം ചൂടാവുന്ന സ്ഥലമാണ് നമ്മുടെ കാറിൻ്റെ ഡാഷ്ബോർഡ്. അങ്ങനെ വരുമ്പോൾ ഈ ഹീറ്റിൽ തന്നെ ഓവർ ഹീറ്റായി നമ്മൾ അവേഴ്സ് ആൻഡ് അവേഴ്സ് നമ്മുടെ കാറ് ചിലപ്പോൾ പാർക്കിംഗ് സ്ലോട്ടിൽ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മളെ കാർ എത്ര ചൂടായി കിടക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ സൺഗ്ലാസസിൻ്റെ കോട്ടിങ്ങും ചൂടായി അത് പീലാവും. അത് ചില സമയം നമ്മളിങ്ങനെ വാട്ടർ ഇടുന്ന ആ ഒരു നമ്മുടെ കാറിലുള്ള കേസ് അതിനകത്ത് തന്നെ ഇട്ട് വയ്ക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഊരി വരും. കാരണം പെട്ടെന്ന് തന്നെ ആ ചൂട് നമ്മുടെ സൺഗ്ലാസസിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയും ചെയ്യാൻ പാടില്ല. മാക്സിമം നമുക്ക് കേസസിൽ ഉപയോഗിച്ച് നമ്മുടെ ബാഗിൽ തന്നെ ഉപയോഗിക്കാനേ ഉള്ളൂ. ഒരു കുഞ്ഞ് ആക്സസറി അല്ലേ, നമ്മുടെ കണ്ണിന് അത്ര അധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ഒരു ആക്സസറിയാണ്. ഈസി ആയിട്ടുള്ള ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റും കൂടെയാണ് നമ്മുടെ സൺഗ്ലാസസ്. പിന്നെ നമുക്ക് അതിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഈ സൺഗ്ലാസസിനെ നമ്മളിങ്ങനെ നമ്മുടെ ഉപയോഗിക്കുന്ന ഡ്രസ്സിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വയ്ക്കാറുണ്ട്. ഇതും നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കുഴപ്പമില്ല, നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു മോളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൺഗ്ലാസസ് ഡയറക്റ്റായിട്ട് ഈ ലെൻസ് പാർട്ട്, ഈ ലെൻസ് സൈഡിലോട്ട് സ്ക്രാച്ചസ് ആവുന്ന രീതിയിൽ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി. ഇത് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തട്ടുകയാണെങ്കിലാണ് ഇത് സ്ക്രാച്ച് ആവുന്നത്. ഇപ്പോൾ ഹെയറിൽ നമ്മൾ ഓവർ ദ ഹെഡ് വയ്ക്കുമ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സ്ക്രാച്ചാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഹെയറിലോട്ട് ഇതിങ്ങനെ ഒരേന്നു എടുക്കുന്നു അങ്ങനെ വരുമ്പോൾ വരുന്ന ഡാമേജാണ്. അതുപോലെയാണ് ഈ ഡ്രസ്സിൻ്റെ പുറത്ത് ഇങ്ങനെ ഇടുമ്പോഴും നമുക്ക് പറ്റുന്ന ഒരു ഡാമേജ്. ദെൻ അത് പറ്റാണ്ട് നമ്മൾ വെറുതെയൊക്കെ സ്റ്റൈലായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ മറ്റൊക്കെ വയ്ക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ നമ്മൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഈ രീതിയിൽ ഇടുമ്പോൾ ഇതിലോട്ടൊന്നും ഡയറക്റ്റായിട്ട് സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ദെൻ നമ്മൾ ഇതിനെ കെയർ ചെയ്യേണ്ട മറ്റൊരു വിധം, നമുക്ക് സൺഗ്ലാസസ് ക്ലീൻ ചെയ്യാനായിട്ട് വീട്ടിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് വാട്ടറിൽ ഇങ്ങനെ തുറന്ന് റണ്ണിങ് വാട്ടറിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഇത് ക്ലീൻ ആവും. എന്നിട്ട് നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് തുടച്ചെടുത്താൽ മാത്രം മതിയാവും. ദെൻ നമ്മളിനി ഔട്ട്സൈഡാണ്, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നവരാണ്, നമ്മുടെ ബാഗിൽ തന്നെ എപ്പോഴും ഒരു സൺഗ്ലാസ് ഇരിക്കുക. അത് നമ്മൾ വീട്ടിലെടുത്തുകൊണ്ട് വന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ശീലമേ നമുക്കില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഓപ്ഷൻസാണ് ക്ലീനിങ് ലിക്വിഡ്സ്. ലിക്വിഡായിട്ട് വരുന്നുണ്ട്, ക്ലീനിങ് സ്പ്രേ ആയിട്ട് വരുന്നുണ്ട്, ഈവൻ വൈപ്പായിട്ട് വരെ വരുന്നുണ്ട്. ഒരു സിംഗിൾ പർപ്പസിനായിട്ടുള്ള വൈപ്പ് വരെ ഈ ലെൻസ് ക്ലീനിങ് വൈപ്സിലും വരുന്നുണ്ട്. അതും യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ സൺഗ്ലാസസിൻ്റെ ലൈഫ് തന്നെ കൂട്ടും. ഇതിൻ്റെ എന്താ പറയുക, ഈ കോട്ടിങ്സിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരാതെ വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പറ്റുന്ന ഒരു ഡാമേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റുന്ന ഡാമേജസ് ആണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. നമ്മൾ പുറത്ത് സൺഗ്ലാസസ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറയാം ബീച്ചിൽ ഉപയോഗിക്കുന്നത് നല്ല ഡസ്റ്റി ആയിട്ടുള്ള സ്ഥലമായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഒരു കുറേ സമയം ഉപയോഗിച്ചിട്ട് നമ്മൾ നേരെ കാറിൽ വന്നിട്ട് നമ്മൾ കേസസിൽ വെക്കാൻ പോകാമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ തണലത്തോട്ട് വീട്ടിലോട്ട് വന്ന് നമ്മളിതിനെ തിരിച്ച് കേസസിൽ വെക്കാൻ പോവുകയാണെന്നുള്ളപ്പോൾ ഇതിനെ
നമ്മൾ ഒരിക്കലും ആ കേസസിൻ്റെ കൂടെ എപ്പോഴും നമുക്കൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിരിക്കും, അതിനെ എടുത്ത് തുടയ്ക്കരുത്, ഇമ്മീഡിയറ്റ് ആയിട്ട് തുടയ്ക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് അത്രയും നേരം ഇരിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡസ്റ്റ് എല്ലാം ഈ ഗ്ലാസ്സസിൽ ഇരിപ്പുണ്ട്. ഇതിൽ ഷാർപ്പായിട്ടുള്ള ചെറിയ പാർട്ടിക്കിൾസും ഉണ്ടാവും. അപ്പം നമ്മളിത് അറിയാതെ നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇട്ട് അതിലോട്ട് തന്നെ ഉരച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ അറിയാതെ ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ക്ലീനിങ് ലിക്വിഡ്സ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യണമെന്ന് പറയാനുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് വാട്ടറിൽ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് ഇട്ട് തുടച്ചാലും മതിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ സൺഗ്ലാസസിൻ്റെ ഈ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇതിൻ്റെ ഒരു ലൈഫ് തന്നെ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ടിപ്സിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ബൈ.